നമസ്കാരം. കേരളം ഇത്രയും കാലം ആശങ്കയോടുകൂടി കാത്തിരുന്ന ഒരു വിഷയമുണ്ട്. നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി സഖാവ് ശ്രീ പിണറായി വിജയന്റെ അസുഖം എന്താണ് എന്നുള്ളതായിരുന്നു. പലപ്പോഴും നിയമസഭയ്ക്കുള്ളിലും നിയമസഭയ്ക്ക് പുറത്തും പലരും ഈ വിവരാവകാശ പ്രകാരമെല്ലാം ആരാഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഒരാളുടെ അസുഖം അയാളുടെ സ്വകാര്യതയാണ് എന്ന് കാണിച്ചുകൊണ്ട് ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അസുഖ വിവരങ്ങൾ കിട്ടിയില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. എന്നാൽ എന്തിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അസുഖത്തെക്കുറിച്ച് നിങ്ങൾ ചോദിക്കുന്നത് എന്നൊരു ചോദ്യം പ്രസക്തമാണ്. എന്നാൽ കേരളത്തിന്റെ പൊതു ഖജനാവിലെ പണം ഉപയോഗിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി അമേരിക്കയിലെ മിയോ ക്ലിനിക്കിലേക്ക് ചികിത്സയ്ക്ക് പോയത്. ഒന്നല്ല, 4 വട്ടമാണ് അദ്ദേഹം അമേരിക്കയിൽ ചികിത്സ തേടി പോയത്. ഇതുവരെയായി അമേരിക്കയിലെ മിയോ ക്ലിനിക്കിൽ അദ്ദേഹം 4 തവണ ചികിത്സ തേടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കേരളം ആരോഗ്യ മേഖലയിൽ നമ്പർ 1 ആണ് എന്ന് നാഴികയ്ക്ക് 40 വട്ടം വിളിച്ചു പറഞ്ഞിരുന്ന മുഖ്യമന്ത്രിയും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജുമെല്ലാം ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന കെ ശൈലജ ഉൾപ്പെടെയുള്ള ആളുകൾ ലോകത്തെ മറ്റ് ഏത് ചികിത്സാ സമ്പ്രദായങ്ങളെക്കാൾ മികച്ച ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാകുന്നതാണ് കേരളത്തിലെ ആതുരാലയങ്ങൾ എന്നാണ് വിളിച്ചു പറഞ്ഞിരുന്നത്. അങ്ങനെയെങ്കിൽ എന്തിനാണ് മുഖ്യമന്ത്രി കേരളത്തിലെ ചികിത്സ ഉപേക്ഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ചികിത്സ ഉപേക്ഷിച്ചുകൊണ്ട് വിദേശത്തേക്ക് പോയത്? അതും ഭൂഷാസികളുടെ രാജ്യം എന്ന് പറയപ്പെടുന്ന അമേരിക്കയിലേക്ക് പോയത്. അമേരിക്കയിലെ മിയോ ക്ലിനിക്കിൽ മുഖ്യമന്ത്രി ചികിത്സ തേടിയത് എന്താ അസുഖത്തിനായിരുന്നു? അതിൽ നിന്നെല്ലാം ഒരു കാര്യം വ്യക്തമായി, കേരളം ചികിത്സാ രംഗത്ത് ലോകോത്തരമായ മികവുകൾ പുലർത്തുന്നു, നമ്പർ 1 കേരളം എന്നൊക്കെ ചികിത്സയ്ക്ക് വേണ്ടി കേരളത്തെ പറയുമ്പോൾ, അല്ലെങ്കിൽ ചികിത്സാ രംഗത്ത് കേരളം നമ്പർ 1 ആണ് എന്ന് ഉയർത്തിപ്പിടിച്ച് സംസാരിക്കുമ്പോൾ അത് വെറും വ്യാജ വാർത്തയായിരുന്നു എന്നുള്ളതിന് അടിവരയിടുന്ന തരത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി മിയോ ക്ലിനിക്കിലേക്ക് ചികിത്സയ്ക്ക് വേണ്ടി പോയത്. ഒന്നല്ല, 4 തവണ. എന്തിനാണ് മുഖ്യമന്ത്രി മിയോ ക്ലിനിക്കിൽ എന്ത് അസുഖത്തിന് ചികിത്സിക്കുവാൻ വേണ്ടിയാണ് പോയത് എന്ന് നിയമസഭയിലും നിയമസഭയ്ക്ക് പുറത്തും വിവരാവകാശ നിയമപ്രകാരം ഈ മുഖ്യമന്ത്രിയുടെ അസുഖ വിവരം എന്താണെന്ന് തേടിയവർക്ക് നിരാശയായിരുന്നു ഫലം. പൊതു ഖജനാവിലെ പണമെടുത്ത് മുഖ്യമന്ത്രി സ്വന്തം ചികിത്സയ്ക്ക് പോകുമ്പോൾ, പൊതുജനങ്ങളുടെ പണമെടുത്ത് ഉപയോഗിക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ് താൻ ചികിത്സയ്ക്ക് പോയത് എന്ന് പൊതുജനങ്ങളോട് വ്യക്തമാക്കാനുള്ള ധാർമ്മികമായ ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ട് എന്ന് തന്നെയാണ് പ്രതിപക്ഷ കക്ഷികളടക്കമുള്ള ആളുകൾ ചൂണ്ടിക്കാണിച്ചത്. ഒരാളുടെ അസുഖം അയാളുടെ സ്വകാര്യതയാണ്. എന്നാൽ പൊതു ഖജനാവിലെ പണം ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള ചികിത്സ തേടി പോകുമ്പോൾ അത് ജനങ്ങളോട് വ്യക്തമാക്കേണ്ട ബാധ്യത ഭരണാധികാരികൾക്കുണ്ട് എന്ന് തന്നെയാണ് അതിന്റെ നിയമവശം പറയുന്നത്. എന്നാൽ ഇത്ര കാലമായി മുഖ്യമന്ത്രിയും സഖാക്കളുമെല്ലാം മൂടി വച്ചിരുന്ന മുഖ്യമന്ത്രിയുടെ രോഗവിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. മുഖ്യമന്ത്രി ദ ഓപ്പൺ മാഗസിൻ എന്ന് പറയുന്ന ഒരു മാഗസിന് കൊടുത്തിരുന്ന കവർ സ്റ്റോറിയിലാണ് ഉല്ലേഖ് എന്ന് പറയുന്ന ഒരു ലേഖകനാണ് മുഖ്യമന്ത്രിയുടെ അസുഖ വിവരങ്ങളെല്ലാം കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പാട്യം ഗോപാലൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരന്റെ മകനായ ഉല്ലേഖ് ജോലി ചെയ്യുന്ന ഓപ്പൺ മാഗസിനിലാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്ത വന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മുഖ്യമന്ത്രിയെ കുറിച്ച് ഒരു കവർ സ്റ്റോറി ചെയ്യുകയുണ്ടായി ഉല്ലേഖ്. ഓപ്പൺ മാഗസിനിൽ കൊടുത്ത ആ ആർട്ടിക്കിളിലാണ് ഉല്ലേഖ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ വീണ്ടും 3.0 ആവർത്തിച്ച് കേരളത്തിൽ തുടർഭരണം ഉണ്ടാകുമെന്നും, എന്നാൽ തുടർഭരണം മുന്നോട്ട് പോകുന്ന അവസരത്തിൽ ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ശാരീരികമായ വൈഷമ്യങ്ങൾ മാത്രമായിരിക്കുമെന്നും, അദ്ദേഹം ഒരു ക്യാൻസർ അതിജീവിതനാണ് എന്നുകൂടി ഉല്ലേഖ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ക്യാൻസറിനെ അതിജീവിച്ച ഒരാളാണ് മുഖ്യമന്ത്രി, എന്നാൽ പ്രായാധിക്യം കൊണ്ടുള്ള വിഷമതകൾ അദ്ദേഹത്തിനുണ്ട് എന്നുകൂടി ഉല്ലേഖ് തന്റെ ലേഖനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ഇതാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മുഖ്യമന്ത്രിയെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് തന്നെയാണ് ഓപ്പൺ മാഗസിനിൽ ഉല്ലേഖ് ഇത്തരത്തിലൊരു ലേഖനം കൊടുത്തിരിക്കുന്നത്. അവിടെയാണ് ക്യാൻസർ അതിജീവിതനാണ് മുഖ്യമന്ത്രി എന്നുള്ള കാര്യം ഉല്ലേഖ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കാലം എന്തിനാണ് അമേരിക്കയിലെ മിയോ ക്ലിനിക്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചികിത്സയ്ക്ക് വേണ്ടി പോകുന്നത് എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴാണ് കൃത്യമായ ഒരു ഉത്തരം വന്നിരിക്കുന്നത്. എന്നാൽ ഉല്ലേഖ് നൽകിയിരിക്കുന്ന മുഖ്യമന്ത്രി ബഹുമാന്യനായ പിണറായി വിജയൻ ക്യാൻസർ അതിജീവിതനാണ് എന്നുള്ള ഈ ആർട്ടിക്കിൾ പുറത്തു വന്നിട്ടും മുഖ്യമന്ത്രിക്ക് ഈ അസുഖമല്ല എന്ന് ആരും എടുത്തു പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അത് നിഷേധിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയുടെ അടുത്ത വൃത്തങ്ങൾ ആരും തന്നെ
ഉല്ലേഖിന്റെ ലേഖനത്തെ തള്ളി പറഞ്ഞിട്ടില്ല. അഥവാ ഉല്ലേഖ് തന്റെ ലേഖനത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് പോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്യാൻസർ അതിജീവിതനാണ് എന്നുള്ള വിവരം ആരും തള്ളി പറഞ്ഞിട്ടില്ല, നിഷേധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ശരിയാണ് എന്ന് തന്നെയാണ് ഊഹിക്കേണ്ടിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി ക്യാൻസർ അതിജീവിതനാണ്. എന്തിനാണ് മുഖ്യമന്ത്രി മയ്യോ ക്ലിനിക്കിൽ ചികിത്സയ്ക്ക് പോയത് എന്നുള്ളതിന് കൃത്യമായ ഉത്തരം ഇപ്പോൾ കിട്ടിയിരിക്കുന്നു. അത് വളരെ പരസ്യമായി തന്നെ പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നു. ഇത്രയും കാലം കേരളം അന്വേഷിച്ച് നടന്ന ഈ ചോദ്യത്തിന് ഉത്തരമായിരിക്കുന്നു. ഒരാൾക്ക് അസുഖം വരുന്നത് അയാളുടെ തെറ്റല്ല, അസുഖത്തിന് ചികിത്സിക്കുന്നത് തെറ്റല്ല, അസുഖം ചികിത്സിച്ച് മാറ്റേണ്ടത് തന്നെയാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ പോലുള്ള ഉന്നത പദവിയിലിരിക്കുന്ന നമ്മുടെ ബഹുമാന്യരായ ആളുകൾക്ക് ആർക്കെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അവർ നാട് ഭരിക്കേണ്ട ആളുകളാണ്. അവർ ആരോഗ്യത്തോടു കൂടി ഇരിക്കേണ്ടതാണ്. പൊതു ഖജനാവിലെ പണമെടുത്തിട്ടായാലും അത്തരം ചികിത്സാ സൗകര്യങ്ങൾ അവർ തേടുന്നുണ്ടെങ്കിൽ അതിൽ തെറ്റ് പറയുന്നില്ല. അവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് തന്നെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. എന്നാൽ ഈ അസുഖ വിവരം ജനങ്ങളിൽ നിന്ന് എന്തിനാണ് മറച്ചു പിടിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല, പൊതു ഖജനാവിലെ പണമെടുത്ത് ഇത്തരം ചികിത്സയ്ക്ക് വേണ്ടി പോകുന്നവർ പൊതുജനങ്ങളോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ തനിക്ക് എന്താണ് അസുഖം എന്നുള്ളത് വ്യക്തമാക്കുവാൻ ആദർശധീരനായ ധാർമ്മികതയുള്ള നേതാക്കന്മാരെല്ലാവർക്കും ബാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പറയാൻ കഴിയുക. എന്തായാലും കേരളം ഇത്രയും കാലം അന്വേഷിച്ചിരുന്ന എന്താണ് മുഖ്യമന്ത്രിയുടെ അസുഖം എന്നുള്ളതിന് കൃത്യമായി മറുപടി കിട്ടിയിരിക്കുന്നു. ഉല്ലേഖ് എന്ന് പറയുന്ന പാട്യ ഗോപാലന്റെ മകൻ താൻ ജോലി ചെയ്യുന്ന ഓപ്പൺ മാഗസിനിൽ കൊടുത്തിരുന്ന ആർട്ടിക്കിളിലാണ് മുഖ്യമന്ത്രി ക്യാൻസർ അതിജീവിതനാണ് എന്നുള്ള അതീവ രഹസ്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും കേരളം അന്വേഷിച്ചിരുന്ന ആ ചോദ്യത്തിന് ഉത്തരമായിരിക്കുന്നു. മുഖ്യമന്ത്രി ക്യാൻസറിനെ അതിജീവിച്ചു എന്നാണ് പറയുന്നത്. അത്രയും ആശ്വാസം. അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ ഇനിയും ഏതെങ്കിലും ആ അസുഖത്തിന്റെ പേരിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി പൂർണ്ണ ആരോഗ്യത്തോടു കൂടി അദ്ദേഹം പൂർവ്വസ്ഥിതി പ്രാപിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.